Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിലേക്ക് നോക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമ്മൾ ചാർട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്യാം. കൂടാതെ നമ്മൾ സ്മോൾ ക്യാപ്പ് അതുപോലെ നിഫ്റ്റിയുടെ ചാർട്ടുകളും അനലൈസ് ചെയ്യാം. കാരണം നമ്മൾ ഇൻഡെക്സ് സ്ട്രോങ് ആകുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക. പൊതുവേ നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ കൂടുതലും സ്മോൾ ക്യാപ്പാണ്. പിന്നെ മെയിൻ ഇൻഡെക്സായി നിഫ്റ്റിയും കൂടി നമ്മൾ ചാർട്ടിൽ ഒന്ന് പോയിട്ട് അനലൈസ് ചെയ്യും. കാരണം ഓവറോൾ നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നത്. എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആ സ്റ്റോക്കുകളുടെ പെർഫോമൻസൊക്കെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലെവൽസൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി നമുക്കറിയാം കഴിഞ്ഞ ദിവസം നല്ലൊരു ചെറിയൊരു ഫോൾ, ഒരു 150 പോയിൻ്റ് ഒരു ഫോൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരിക്കാനാണ് സാധ്യത. നാളെ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിലും ചെറിയൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും നാളെ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം ഡോ ജോൺസ് മാത്രമാണ് റെഡിൽ ക്ലോസ് ചെയ്ത്, ബാക്കിയുള്ള നാസ്ഡാഗും S&P 500 പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഇനി തിങ്കളാഴ്ച നാളെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക. അപ്പോൾ എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഒരു നെഗറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ടാവില്ല, ഒന്നില്ലെങ്കിൽ ചെറിയൊരു പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും വരും നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ റേഞ്ച് നമ്മൾ ഓൾറെഡി വരഞ്ഞ് വെച്ചതാണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഈ റേഞ്ച് മേലെ സപ്പോർട്ടല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. ഏകദേശം അതേ റേഞ്ചിൽ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് വന്നു, പിന്നെ താഴത്തോട്ട് വന്നു. ഇപ്പം നമ്മളൊരു വരഞ്ഞിട്ടുണ്ട് ഒരു ലൈൻ ഈ രീതിയിൽ മൂവ് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ മാർക്കറ്റിനെ ഇവരെ ഇരുത്തിയത്. പക്ഷേ സ്റ്റിൽ അപ്പോഴും നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതല്ല, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും നിഫ്റ്റിയിൽ വീണ്ടും നല്ലൊരു ഡൗണിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മിക്കവാറും ഇവിടുന്ന് റിക്കവറി ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏകദേശം അതേ റേഞ്ച് തന്നെ, വേറെ പുതുതായിട്ടൊന്നും നമ്മൾ ട്രെൻഡ് ലൈനോ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞ റേഞ്ചാണ് ഈ 18,000 എന്നുള്ള ആ ഒരു റേഞ്ച്. ആ റേഞ്ചിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നു. പക്ഷേ അത് ക്യാൻഡിൽ നമ്മൾ റെഡ് ക്യാൻഡിലാണെങ്കിലും നമുക്കതിൻ്റെ ആ ഒരു ക്യാൻഡിൻ്റെ ഫോർമേഷൻ നോക്കി കഴിഞ്ഞാൽ താഴ്ത്തുണ്ട് ലോ ലെവലിൽ നല്ലൊരു ബൈയിങ് വന്നിട്ട് നല്ലൊരു ക്ലോസിംഗ് ആണ് അതിന് മുകളിലോട്ട് തന്നത്. സംഭവം ഒരു റെഡ് ക്ലോസിംഗ് ആണെങ്കിലും ഇതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതേ റേഞ്ചിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് വീണ്ടും നല്ലൊരു 18,600 ആ റേഞ്ചിലോട്ടൊക്കെ പോകാനുള്ള നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. അടുത്തൊരു മെയിൻ റെസിസ്റ്റൻസ് വരുന്ന ആ റേഞ്ചാണ്. നമുക്ക് എന്തായാലും വാച്ച് ചെയ്യാം. ഇപ്പോൾ ഉള്ള റേഞ്ച് ഹോൾഡ് ചെയ്ത് മേലോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിരിക്കാം. ഓക്കെ, കൂടാതെ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റോക്കും കൂടി നമുക്ക് നാളത്തെ ഇതിൽ നോക്കാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈനല്ല, അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നമുക്കൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 198 എബോവൊക്കെ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. കൺസിഡർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നമുക്കൊരു പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ റേഞ്ചുകൾ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. മിക്കവാറും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫോർമേഷൻ കണ്ടിട്ട് നമുക്കറിയാം ഒരുപാട് തവണ, അതായത് ഇവിടുന്ന് താഴത്തോട്ട് വന്നു, വീണ്ടും ഇവിടുന്ന് റെസിസ്റ്റൻസ്, വീണ്ടും താഴത്തോട്ട് വന്നു, വീണ്ടും റെസിസ്റ്റൻസ്, വീണ്ടും നല്ല രീതിയിൽ താഴത്തോട്ട് വന്നു. ഇവിടുന്ന് റിക്കവർ ആകാൻ ശ്രമിച്ചെങ്കിലും അധികം പോയില്ല, വീണ്ടും താഴത്തോട്ട് വന്നു. പിന്നെ നല്ലൊരു റിക്കവറിയാണ് ഈ ഒരു സ്റ്റോക്ക് ഉണ്ടായത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വോളിയം നോക്കിയാലും നല്ലൊരു വോളിയത്തോടുള്ള റിക്കവറി. പിന്നെ വീണ്ടും സ്റ്റോക്ക് താഴത്തോട്ട് വന്നിട്ടില്ല. ഇവിടുന്ന് മിക്കവാറും ഒരു ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യത ഉണ്ട്. അതിലെ ബ്രേക്കൗട്ട് കിട്ടി ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എൻട്രി എടുക്കുമ്പോൾ ബ്രേക്കൗട്ട് തന്നെ എൻട്രി എടുക്കുക. അതിനുശേഷം നമുക്ക് താഴത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഞാൻ ശരിക്കുള്ള സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. നമ്മൾ വരുന്ന ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ, നമ്മൾ യൂട്യൂബിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെയൊക്കെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിലൊന്ന് ജോയിൻ ചെയ്തിട്ടൊന്ന് ചോദിച്ചാൽ മതി. പബ്ലിക് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ബ്രേക്കൗട്ട് തരും, നല്ലൊരു ബ്രേക്കൗട്ട് തന്നിട്ട് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് പോലെ തരും. അതിനുശേഷം സ്റ്റോക്ക് താഴത്തോട്ട് വരും. ഈ ഒരു റേഞ്ചും ബ്രേക്ക്, പൊതുവെ നമ്മൾ വിചാരിക്കും കറക്റ്റ് തന്നെ ഈ ഒരു ലൈൻ റെസിസ്റ്റൻസിന് മേലോട്ട് കയറുന്നു. പക്ഷേ അങ്ങനെയല്ല, ചില സമയങ്ങളിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യും, അപ്പോൾ എല്ലാവരും എക്സിറ്റ് ചെയ്യും. അതിന് ശേഷമായിരിക്കും സ്റ്റോക്ക് മേലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ കുറച്ച് താഴെ കുറച്ച് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, എന്നിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഇതുണ്ടാകും, നമ്മുടെ
സിസ്റ്റത്തിൽ വെക്കാണ്ട് നമ്മൾ ഇപ്പോൾ ടൈമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുക, മാർക്കറ്റിൽ നോക്കിയിരിക്കാൻ സമയമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി അക്യൂറസി കിട്ടുന്ന ഒരു ഇതാണ്. കാരണം നമ്മൾ ചില സമയങ്ങളിൽ സ്റ്റോക്ക് ഹീറ്റ് ചെയ്തിട്ട് അന്ന് തന്നെ സ്റ്റോക്ക് റിക്കവർ ആവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് സായ് ലൈഫാണ്. ഈ സ്റ്റോക്ക് ഒരു 1069 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു 1% മുകളിൽ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിലും ഏകദേശം അത് ഓൾറെഡി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നല്ലൊരു ക്യാൻഡിലാണ്, ഇപ്പോൾ ഒരു നല്ല വോളിയുള്ള ക്യാൻഡിലാണ് കഴിഞ്ഞ ദിവസം വന്നത്. പക്ഷേ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ മേലെ നിന്ന് വരുന്നുണ്ട്. അപ്പം മിക്കവാറും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. അതായത് 1089 മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലേക്ക് വേണമെങ്കിൽ കുറച്ച് പാർട്ട് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം റെസിസ്റ്റൻസ് വന്നിട്ടില്ല. കാരണം കുറച്ച് കൂടുതൽ റെസിസ്റ്റൻസ് വന്നിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു സ്റ്റോക്ക് നല്ലൊരു സ്ട്രെങ്ത് കൂടുതൽ കിട്ടുക. പക്ഷേ ഇതിലിപ്പോൾ 2 തവണയേ വന്നിട്ടുള്ളൂ. കാരണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഫസ്റ്റത്തെ വന്നു, അതിനുശേഷം താഴത്തോട്ട് വന്നു, വീണ്ടും മേലോട്ട് റിക്കവർ ആകാൻ ശ്രമിച്ച് വന്നില്ല, വീണ്ടും ഇതേ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് താഴത്തോട്ടൊന്ന് വന്ന് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ മൂന്നാമത്തെ റേഞ്ച് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എൻട്രി കിട്ടും. ഓക്കെ, ചില സമയങ്ങൾ ഇവിടെ തന്നെ കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല സ്റ്റോക്കുകളാണ്, നല്ല ക്വാർട്ടർലി റിസൾട്ട് വന്നു, കമ്പനി നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ നിന്ന് തന്നെ കയറി പോകുക. അതാണ് നമ്മൾ ബ്രേക്ക് ഔട്ടിൽ തന്നെ എൻട്രി എടുക്കുക. അതിനുശേഷം സ്റ്റോക്ക് താഴത്തോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സിറ്റ് ഒരു പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്